നമസ്കാരമുണ്ട്. ഒരു പ്രത്യേകതരം ബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകതരം ബന്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ കാണാറുണ്ട്. വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നിയമപരമായി വിവാഹിതരാകാതെ രണ്ട് മനുഷ്യർ, ഒരാണും പെണ്ണും ഒരുമിച്ച് കഴിയുന്നതിനെയാണ് നമ്മൾ സാധാരണ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. എന്നാൽ പാതി വഴിയിൽ അതൊക്കെ ഉപേക്ഷിച്ച് പിണങ്ങിപ്പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ലിവിങ് ടുഗദറിനെ പറ്റി പറയാൻ കാരണം കോൺഗ്രസും വെൽഫെയർ പാർട്ടിയുമാണ്. കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ലിവിങ് ടുഗദർ ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷിയല്ല, പക്ഷേ സഖ്യകക്ഷിയെ പോലെയാണ്. ലിവിങ് ടുഗദറുകാർ പറയുന്നതാണ്, നിങ്ങൾ കല്യാണം കഴിച്ചാണോ? അല്ല. എന്നാൽ കല്യാണം കഴിച്ചതുപോലെ അല്ലേ? ആണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവം. സംഗതി കുറച്ച് നാൾ മുമ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് SDP ആയാലും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ആയാലും എല്ലാം UDF പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ആ UDF ആ പിന്തുണ കൈ നീട്ടി വാങ്ങിയതാണ്. ഈ കൈ നീട്ടി ഈ പിന്തുണയൊക്കെ വാങ്ങുന്നതിനിടയിലും രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസ് പലപ്പോഴും പറയും, ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ നേരിട്ടൊരു ബന്ധമില്ല, ഒരു ബന്ധവും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഇതൊരു ചെറുകൂടെ വീഴും. ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് കോൺഗ്രസ് പറയുകയും എന്നാൽ ഞങ്ങളുടെ പിന്തുണ അവർക്കാണെന്ന് ഇതുങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്യും. എന്നാൽ വാർത്താ സമ്മേളനം നടത്തി SDP-യും വെൽഫെയർ പാർട്ടിയും ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും, UDF-ന് വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാൻ ഇവരുടെ നാക്ക് പൊങ്ങത്തുമില്ല. ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങി പലയിടത്തും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. പലയിടത്തും എല്ലായിടത്തും സമർപ്പിച്ചു. ഇനി അങ്ങോട്ട് നേരിട്ടുള്ള ഫൈറ്റാണ്, കൊടും യുദ്ധമാണ് വരാനിരിക്കുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ ലിവിങ് ടുഗദറിൻ്റെ മിന്നലാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നുമില്ല, ബന്ധമില്ല എന്ന് പറയുകയും ചെയ്യും, ബന്ധമുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പരിപാടി. പലയിടത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് UDF-കാരുടെ വെൽഫെയർ പാർട്ടിക്കാരും പോകും. SDP-കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെൽഫെയർ പാർട്ടിക്കാരും പോകുന്നുണ്ട്. ഒരുമിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതായത് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന സ്ഥലത്തില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടി നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയേക്കുന്ന പല സ്ഥലത്തും കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടേ ഇല്ല. മറിച്ച് വെൽഫെയറിന് വോട്ട് ചെയ്യാൻ സ്വാധീനമുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുണ്ട്. പക്ഷേ UDF നിർത്തിയേക്കുന്നുണ്ട്, ഇവർ നിർത്തുന്നില്ല. വെൽഫെയർ പാർട്ടിക്കാർ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് സ്വതന്ത്രർ എന്ന ലേബൽ ഒട്ടിച്ചാണ് പല സ്ഥലത്തും വെൽഫെയർ പാർട്ടി, പല സ്ഥലത്തുമല്ല ഏതാണ്ട് എല്ലായിടത്തും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഏത് സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും വേണം, BJP-ക്കാർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമല്ലോ. അതാണ് അവരുടെ മനസ്സിൽ. ഈ സ്വതന്ത്രർ എന്ന് പറഞ്ഞ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തും UDF-കാർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടേ ഇല്ല. ഇപ്പം മനസ്സിലായല്ലോ ഇവർ ലിവിങ് ടുഗദറാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുമില്ല എന്നാണ്. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞല്ലോ, വേറെ നീക്കുപോക്കുകളൊന്നുമില്ല, ഞങ്ങളുമില്ല. അവർ ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല. ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല. ഞങ്ങൾ ഗൗരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച, ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല, വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ UDF-നെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ UDF പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുമായി പ്രത്യക്ഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ വേണ്ട എന്നാണ് UDF-ൻ്റെ തീരുമാനം. അങ്ങനെ തീരുമാനിക്കാൻ കാരണവുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ അത് മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചു എന്നൊരു വിലയിരുത്തൽ പൊതുവെ UDF-നകത്തുണ്ട്. ഒന്നാമത് മുസ്ലിം ലീഗൊക്കെ UDF-ൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയാണ്. അതിൻ്റെ കൂടെ ഈ SDP-യും വെൽഫെയർ പാർട്ടിയും എല്ലാം കൂടെ വന്നാൽ മറ്റ് സമുദായക്കാർക്ക്, മറ്റ് മതസംഘടനകൾക്ക്, ഇവർക്കെല്ലാം എന്ത് തോന്നും എന്നൊരു ആശങ്ക UDF-നുണ്ട്. മൊത്തത്തിൽ ഞങ്ങളങ്ങ് ഒരു സൈഡായി പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ ഒരു പിന്തുണ വേണ്ട അല്ലെങ്കിൽ ഒരു ധാരണ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് UDF നേതൃത്വം എത്തുന്നു. നേതൃത്വത്തിന് അങ്ങനെ പലതും തീരുമാനിക്കാം.
പക്ഷേ അണികൾക്ക് അത് മനസ്സിലാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കണ്ടില്ല, ഞാനീ പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് കൊടിയത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലും UDFൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പരിചയമില്ലാത്ത ഒരാൾ നോക്കി വേണം അവിടെയുമുണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതാവ് അസ്ലം സംസാരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഇരിക്കുന്ന 19 ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് നമുക്ക് ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഭരണ നേട്ടങ്ങൾ മാത്രം മതി ഈ 19 ആളുകൾക്കും വിജയിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 16-ൽ 14 നമ്മൾ വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം 19-ൽ 19 വിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരണം. നേരത്തെ ജില്ലാ പഞ്ചായത്ത് സാരഥിയുടെ ഉജ്ജ്വലമായ പ്രഭാഷണം ഞാൻ കേൾക്കുകയായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കണം, ഈ 19 വാർഡിലും തീർച്ചയായും അദ്ദേഹം ലീഡ് നേടിയിരിക്കും. 1-ാം വാർഡ് നിങ്ങൾ എണ്ണുമ്പോൾ തന്നെ വ്യക്തമായ ലീഡിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം. നോമിനേഷൻ കൊടുക്കുന്ന ഒരുമിച്ച്, പ്രചാരണം നടത്തുന്ന ഒരുമിച്ച്, വോട്ട് തേടുന്ന ഒരുമിച്ച്, എന്നിട്ട് പറയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയുമില്ല എന്നാണ്. ഇതെന്ത് പരിപാടിയാണ് കോൺഗ്രസ്? ചോദിക്കാൻ കാരണം, പണ്ട് ഇതുപോലെ ഇടതുപക്ഷവും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അക്കാലത്ത് വെൽഫെയർ പാർട്ടിയെ കുറ്റം പറഞ്ഞിരുന്ന, എന്തെല്ലാം പറഞ്ഞിരുന്ന UDF ഇപ്പോൾ അവരുടെ പിന്തുണയിൽ മത്സരിക്കുകയാണ്. നിലമ്പൂരും പിന്തുണ സ്വീകരിച്ചു. അന്ന് പണ്ട് പിന്തുണ മേടിച്ചിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ അതിന് പേരിൽ ആഞ്ഞാഞ്ഞ് UDFനെ കളിയാക്കുന്നുണ്ട്. ഏതായാലും വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ആരാണെന്ന് കേരള സമൂഹത്തിന് അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇതാരുടെ വെൽഫെയറിന് വേണ്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യങ്ങളും അവരുടെ വാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്താണെന്ന് കേരള സമൂഹം മനസ്സിലാക്കിയതാണ്. ഇടതുപക്ഷം അടക്കം ആരോപിക്കുന്ന പോലെ, എതിരാളികൾ ആരോപിക്കുന്ന പോലെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന, മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പരക്കെയുള്ള വിമർശനം. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു മതേതര പാർട്ടിയായ കോൺഗ്രസിന് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത്. അത് മറയ്ക്കാനാണ് അവരുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ധാരണയുമില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ധാരണ പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം ശരിയാണ്, ഏത് കൊള്ളക്കാരൻ്റെ വോട്ട് മേടിച്ചാലും ജയിച്ചാൽ മതി എന്നാണ് നിലപാടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുമ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനെ ആരും അറിയാതെ എന്ന് വിചാരിച്ച് ധാരണ ഉണ്ടാക്കുമ്പോഴും സമസ്ത അടക്കമുള്ള പല സംഘടനകളും ഈ ധാരണയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഒരു കാരണവശാലും വെൽഫെയർ പാർട്ടിയെ അടുപ്പിക്കരുത് എന്നാണ് അവരിൽ പലരും പറയുന്നത്. UDFലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് ഇതെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ പോലും ഈ പറഞ്ഞ പോലെ സമസ്ത പോലുള്ള സംഘടനകൾ പോലും ശക്തമായ എതിർപ്പ് നിലനിൽക്കുകയാണ്. മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയത് സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്തു നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ധാരണയുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പറയേണ്ടി വരുന്നത്. പക്ഷേ വെൽഫെയർ പാർട്ടിയോട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, വേണേ സംബന്ധമാകാം എന്നുള്ള നിലപാടും ഇവർ സ്വീകരിച്ചിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ, തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് പോലും വേണ്ടത്ര പ്രാതിനിധ്യം UDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ള പരാതിയുണ്ട്. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ലീഗ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയിട്ടില്ല. കൊല്ലത്ത് ലീഗിന് സീറ്റേ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് മലബാറിൽ ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി പല സ്ഥലത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ലീഗിൻ്റെ അനുഗ്രഹത്തോടെയോ ആശീർവാദത്തോടെയാണോ എന്നറിയില്ല. ഏതായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നാലെ വരാനുള്ളത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDFനും ആരെ പിടിച്ചിട്ടായാലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി
എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി മാത്രമല്ല ഇതേ സ്വഭാവമുള്ള പല പാർട്ടികളുമായും ധാരണയുണ്ടാക്കേണ്ടി വരും എന്ന് രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടുകെട്ട്, അതായത് ഞാനീ പറഞ്ഞ പോലുള്ള ഈ ലിവിങ് ടുഗദർ UDF ഗുണമാണോ ദോഷമാണോ ചെയ്യാൻ പോവുക എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. ഏതായാലും UDF പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഇതേപോലൊരു ലിവിങ് ടുഗദറിൻ്റെ കഥ, അതിൻ്റെ പര്യവസാനം നമ്മൾ കണ്ടതാണ്. 5 വർഷത്തോളം ഒരുമിച്ച് താമസിച്ച യുവതിയെ യുവമോർച്ചക്കാരനായ ജീവിത പങ്കാളി പഞ്ഞിക്കിട്ട് എന്തോ ഒരു ക്രൂര മർദ്ദനമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അയാളിപ്പോൾ യുവമോർച്ച പുറത്താക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. ആ പെൺകുട്ടിയുടെ ദുരവസ്ഥ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായി ലിവിങ് ടുഗദറിലായിരിക്കുന്ന കോൺഗ്രസിനോടും പറയാനുള്ളത് അതാ, അവസാനം ചക്ക കുഴയുന്ന പോലെ കുഴയരുത്. ഓക്കെ.